ചാലക്കുടി നഗരത്തിൽ പുലിയിറങ്ങി. സൗത്ത് ജംഗ്ഷനിൽ നിന്ന് 150 മീറ്റർ മാറി ബസ് സ്റ്റാൻഡിനടുത്ത് കണ്ണമ്പുഴ അമ്പലം റോഡിലാണ് പുലിയെ കണ്ടത്. 24-ാം തീയതി പുലർച്ചെ CCTVയിലാണ് പുലിയുടെ ദൃശ്യം കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനയിൽ പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. നേരത്തെ കൊരട്ടി, ചിറങ്ങര, മംഗലശ്ശേരി ഭാഗങ്ങളിൽ പുലിയെ കണ്ടത് വലിയ പരിഭ്രാന്തിക്ക് ഇടയാക്കിയിരുന്നു. ആ ഭാഗങ്ങളിൽ പുലിയെ പിടികൂടുന്നതിനായി 2 കൂടുകൾ വനം വകുപ്പ് സ്ഥാപിക്കുകയും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. കൊരട്ടി മേഖലയിൽ പുലിയെ കണ്ട 10 ദിവസത്തിന് ശേഷവും ആ ഭാഗത്ത് നിന്ന് പുലിയെ പിടികൂടുവാനോ മറ്റു നടപടികൾക്കോ സാധിച്ചിട്ടില്ല. ഇതിനിടെയാണ് വീണ്ടും നഗരമധ്യത്തിൽ പുലിയെ കണ്ടതായുള്ള സംശയം ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. നമസ്കാരം, ഞാൻ VJ ജോജി, ചാലക്കുടി നഗരസഭാ കൗൺസിലറാണ്. മാർച്ച് 24-ാം തീയതി രാവിലെ 4:50 നമ്മുടെ കണ്ണമ്പുഴ അമ്പലം റോഡിൽ, അതായത് നമ്മുടെ നിർമ്മല കോളേജിൻ്റെ തൊട്ട് ഒരു 50 മീറ്ററോ അല്ലെങ്കിൽ 75 മീറ്ററോ നീങ്ങിയിട്ട് രാവിലെ 4:50 ഒരു പുലി എന്ന് തോന്നുന്ന ഒരു മൃഗത്തെ കാണുകയുണ്ടായി. അത് നമ്മുടെ അയിനിക്കാട്ട് മഠത്തിൽ രാമനാരായണൻ ചേട്ടൻ്റെയും അതുപോലെ ശങ്കരൻ ചേട്ടൻ്റെയും വീടിന് ഇടയ്ക്ക്, 2 വീടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പ്ലാവ് മരത്തിൻ്റെ സമീപത്താണ് ഈ സാന്നിധ്യം കണ്ടത്. ചാലക്കുടി DFO നമ്മൾ ഈ വിവരം അറിയിച്ചു. ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി. അവർ പരിശോധന നടത്തി. അവർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അത് പുലി തന്നെയാണെന്നാണ് അവർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നിർദ്ദേശമായിട്ട് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, രാത്രി കാലങ്ങളിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തുള്ളവർ പുറത്തിറങ്ങി നടക്കരുതെന്നുള്ള ഒരു നിർദ്ദേശം എല്ലാവരും എത്തിക്കാനായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്.